വാർത്തകൾ വിശദമായി. കോന്നി താലൂക്ക് ഓഫീസിൽ കൂട്ടവധിയെടുത്ത ഉദ്യോഗസ്ഥർ ഉല്ലാസയാത്ര പോയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. യാത്രയ്ക്ക് സ്പോൺസർ ഉണ്ടായിരുന്നു എന്ന് കളക്ടർ അന്വേഷിക്കും. ഓഫീസിലെ ഹാജർ രേഖകൾ ADM പരിശോധിച്ചു. അതേസമയം തഹസീൽദാർ ഉൾപ്പെട്ട ഉല്ലാസയാത്രാ സംഘത്തിൽ അവധി അപേക്ഷ നൽകിയവരും നൽകാത്തവരുമുണ്ട്. ഉല്ലാസയാത്രയുടെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇവരുടെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്തൊക്കെ തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്? ഫിജി, ഇന്നലെയാണ് അനധികൃതമായി, അതായത് മൊത്തം 63 പേരാണ് കോന്നി താലൂക്ക് ഓഫീസിലെ റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ. ഇവർ 63 പേരിൽ 42 ഉദ്യോഗസ്ഥരാണ് ഇന്നലെ അവധിയിൽ പോയത്, അതായത് ഓഫീസിൽ ഹാജരാകാതിരുന്നത്. അതിൽ 21 പേർ ഔദ്യോഗികമായി ലീവ് അപേക്ഷ നൽകിയവരാണ്. ശേഷിക്കുന്നവർ അനധികൃതമായി മുങ്ങിയവരുമാണ്. ഇത്തരത്തിൽ 43 പേരുടെ അഭാവമാണ് ഇന്നലെ കോന്നി താലൂക്ക് ഓഫീസിൽ ഉണ്ടായത്. ഇതേ തുടർന്ന് അവിടെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ, അതായത് മലയോര മേഖലയിൽ നിന്ന് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ ആളുകൾ വളരെ ബുദ്ധിമുട്ടിലാവുകയും കോന്നി MLA KV ജനീഷ് കുമാർ ഇടപെടുകയും ചെയ്തു. റവന്യൂ മന്ത്രിക്ക് നേരിട്ട് തന്നെ ആദ്യം ടെലിഫോൺ വഴിയും പിന്നീട് രേഖാമൂലവും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ മന്ത്രി തന്നെ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കൂടുതൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. ആദ്യം കളക്ടർ നടത്തിയ അന്വേഷണത്തിൽ ഇവർ ഉല്ലാസയാത്ര പോയി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പുറത്തുവരാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇവർ മൂന്നാറിലെ ഒരു കേന്ദ്രത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫോട്ടോകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇന്നലെ തന്നെ ADM അവിടെ എത്തുകയും ഈ ഓഫീസിലെ ഹാജർ രേഖകൾ പിടിച്ചെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 5 ദിവസത്തിനുള്ളിൽ റവന്യൂ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ സംഭവം അറിഞ്ഞ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. അത് മാത്രമല്ല, KV ജനീഷ് കുമാർ MLA വളരെ രൂക്ഷമായിട്ടാണ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചത്. കാരണം അദ്ദേഹം ഇന്നലെ ഒരു റവന്യൂ വകുപ്പിന്റെ ഒരു അടിയന്തര യോഗം, അത് നമുക്ക് അറിയുവാൻ കഴിയുന്നത് പട്ടയവുമായി ബന്ധപ്പെട്ട ഭൂമി വിതരണത്തിനെ കുറിച്ചുള്ള രേഖകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്നലെ റവന്യൂ വകുപ്പിന്റെ ഒരു യോഗം KV ജനീഷ് കുമാർ വിളിച്ചിരുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് തഹസീൽദാറായ L കുഞ്ഞച്ചൻ അറിയിക്കുകയും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് അറിയിച്ചതിന് ശേഷം L കുഞ്ഞച്ചനും സംഘവും മൂന്നാറിലേക്ക് ഉല്ലാസയാത്ര പോയി എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. ഇത് ജനീഷ് കുമാറിനെ വളരെയധികം ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇവർ നടത്തിയ അന്വേഷണത്തിൽ, അല്ലെങ്കിൽ റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിനാണ് ചിത്രങ്ങളും അതുപോലെ തന്നെ ഇവർ പോയ സ്ഥലങ്ങളുമൊക്കെ വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല, ഒരാൾക്ക് 3000 രൂപയാണ് ചെലവായത് എന്ന് പറയുന്നു. ഇത് ഓരോരുത്തരുടെയും കയ്യിൽ നിന്നെടുത്തതാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്തതാണോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് കളക്ടർ അന്വേഷിക്കുന്നത്. ഫിജി, ഇപ്പോൾ രാജൻ മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ബിനോയ്, വിശദമായ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി സ്വീകരിക്കും എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കാൻ പോവുക എന്ന് അദ്ദേഹം പറയുന്നു. യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കും. റിപ്പോർട്ട് സമർപ്പിക്കാൻ 5 ദിവസം നൽകിയിട്ടുണ്ട് എന്നാണ് രാജൻ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ബിനോയ്, ഇവർ ഇപ്പോഴും ഈ ഒരു ഉല്ലാസയാത്രയിൽ തന്നെയാണോ? ഇവർ എന്നാണ് തിരിച്ചെത്തുക? അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിവരമുണ്ടോ? അതായത് വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളിലും അവധിയാണ്. അതിൽ ഈ വെള്ളിയാഴ്ച ദിവസം അവധി എടുത്തുകൊണ്ട് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി എന്നാണ് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോന്നി താലൂക്ക് ഓഫീസിന്റെ പരിധി, അല്ലെങ്കിൽ അതിന്റെ ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് പൂർണ്ണമായും മലയോര മേഖലയാണ്. അതായത് ഗവി മുതൽ ഏകദേശം അച്ചൻകോവിലിന്റെ ഭാഗം വരെ വരുന്ന പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. സ്വാഭാവികമായും കർഷകരുടെയും അല്ലെങ്കിൽ മലയോര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുക എന്ന ലക്ഷ്യവുമായാണ് കോന്നിയിൽ ഒരു താലൂക്ക് ഓഫീസ് തുടങ്ങിയത് തന്നെ. അത്തരത്തിൽ കാർഷിക മേഖലകളിലെ ആളുകൾ മിക്ക ദിവസങ്ങളിലും ഇവിടെ എത്താറുണ്ട്. സാധാരണഗതിയിൽ ഒരാൾ കോന്നി താലൂക്ക് ഓഫീസിൽ എത്തണമെങ്കിൽ, യാത്രാ ക്ലേശമുള്ള സ്ഥലങ്ങളിൽ എത്തണമെങ്കിൽ തന്നെ വലിയൊരു തുക മറ്റു സ്വകാര്യ വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ ടാക്സിക്കോ ഒക്കെ നൽകി വേണം ഇവിടെ എത്തുവാൻ. അങ്ങനെ എത്തിയവരിൽ അധികം പേരുമാണ് ഇന്നലെ ബുദ്ധിമുട്ടിലായത്. കാരണം ഒരു സാധാരണഗതിയിൽ 2 ദിവസം അവധി ഉണ്ടെങ്കിൽ തൊട്ട് മുന്നിലുള്ള ദിവസം ഓഫീസുകളിൽ തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. ആ ദിവസം തന്നെയാണ് ഇവർ അവധിയെടുത്ത് പോയിരിക്കുന്നത്. മാത്രമല്ല, ഇതിനകത്ത് മറ്റൊരു പ്രത്യേകതയുള്ളത്, കോന്നിയിലെ MLA ഇന്നലെ വിളിച്ചിരുന്ന ഒരു അടിയന്തര യോഗം ഉണ്ടായിരുന്നു. അതിനകത്ത് L കുഞ്ഞച്ചൻ എന്ന തഹസീൽദാർ പങ്കെടുക്കേണ്ടിയിരുന്നു. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ പങ്കെടുത്ത് ഇടുക്കിയിൽ പോകണമെന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹവും ഓഫീസിൽ ഹാജരാകാതിരുന്നത്. അതേസമയം ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ചേരുന്നു, DCC ഭാരവാഹിയാണ്. ശ്രീ
സുരേഷ് കുമാർ, ഇപ്പോൾ സർക്കാർ ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവമായി കാണുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കെ രാജൻ അദ്ദേഹം പറഞ്ഞു, വിശദമായ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഈ സംഭവത്തെ കാണുന്നത്? ഈ നിങ്ങളുടെ പ്രതിഷേധം ഏത് രീതിയിലാണ്? ഞങ്ങൾ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ താലൂക്ക് ഓഫീസിന് മുമ്പിൽ ശക്തമായ സമരം ആരംഭിച്ചിരുന്നു. ഇത് ഏറ്റവും തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി. കാരണം ഈ നാട്ടിലെ സാധാരണക്കാരനെ സംരക്ഷിക്കേണ്ട, അവരെ സഹായിക്കേണ്ട ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ, സാധാരണക്കാരന്റെ നികുതി പണം ശമ്പളമായി വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ കാണിക്കുന്ന വലിയ അലംഭാവവും ജനങ്ങളോടുള്ള മുഖം തിരിച്ചു നിൽപ്പുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു ഓഫീസിൽ 60 പേരുണ്ട്, ഉള്ളതിൽ 35 പേർ അവധിയെടുത്ത് മൂന്നാറിൽ ഉല്ലാസയാത്രയ്ക്ക് പോകുക എന്ന് പറയുമ്പോൾ അത് ഈ ഗവൺമെന്റിന്റെ ഒരു പിടിപ്പോട് കൂടിയാണ്. കാരണം മുകളിലുള്ള അധികാരികളെയോ അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്ന ആളുകളെയോ ഒന്നും ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾക്ക് അധികാരികളുടെ അല്ലെങ്കിൽ ഭരണക്കാരുടെ പൂർണ്ണമായ സംരക്ഷണം, ഞങ്ങൾക്ക് എന്ത് തോന്നിവാസം കാണിച്ചാലും അതിന് കിട്ടും എന്നുള്ള ഒരു നിലപാട് കൂടിയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരിക്കുന്നത്. ഒരു ഓഫീസിൽ കൂട്ടവധി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അവധി എടുക്കണമെങ്കിൽ മേൽ ഉദ്യോഗസ്ഥന്റെ പൂർണ്ണമായ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സാധാരണ ഒരു അവധി എടുക്കണമെന്നുണ്ടെങ്കിൽ തലേന്ന് വരാൻ കഴിയില്ല എന്നുള്ളത് റിട്ടേണായി എഴുതി കൊടുക്കേണ്ടതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അന്ന് രാവിലെയോ മറ്റോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ കഴിയുന്നില്ല എങ്കിൽ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ സാധാരണ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് 35 പേർ ഒന്നിച്ചു വരുന്നില്ല എന്ന് പറയുമ്പോൾ തീർത്തും അത് കഴിഞ്ഞ ദിവസം തന്നെ അവധിക്ക് അപേക്ഷ കൊടുക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. അഡീഷണൽ തഹസീൽദാർ ചെയ്തിരിക്കുന്നത് ഇവരെല്ലാം അവധിക്ക് അപേക്ഷിച്ചിരിക്കുന്നു, ഫോണിൽ അവധിക്ക് അപേക്ഷിച്ചിരിക്കുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തികഞ്ഞ നിരുത്തരവാദമായ ഒരു പെരുമാറ്റമാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുവാൻ മന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറാകണം. അല്ലാത്ത പക്ഷം അതിശക്തമായ സമരം കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ നടത്തും എന്നുള്ള കാര്യം ഇവിടെ അറിയിക്കുകയാണ്. ഇവര് ഏത് യൂണിയനിൽപ്പെട്ടവരാണ് ശ്രീ സുരേഷ് കുമാർ? ഇവര് ഭരണപക്ഷത്തോടെ നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും, ആ കാര്യത്തിൽ സംശയമില്ല. ഏത് യൂണിയനാണെന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത്. ഏത് യൂണിയനായാലും ആ യൂണിയൻ ഇതിനകത്ത് രാഷ്ട്രീയം നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വീൽ ചെയറിൽ വരെ വന്ന ആളുകൾ അവിടെ അപേക്ഷ കൊടുക്കുവാനും അവിടെ കാര്യങ്ങൾ അറിയുവാനും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവിടെ വന്ന ആളുകളുണ്ട്. ധാരാളം ആളുകൾ അവിടെ എത്തി. അവർക്കൊന്നും രാഷ്ട്രീയം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഉദ്യോഗസ്ഥന്മാർ ഏത് നിലപാട് സ്വീകരിച്ചാലും അല്ലെങ്കിൽ രാഷ്ട്രീയമായാലും ഒരു ഓഫീസിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉദ്യോഗസ്ഥന്മാർ സുഖവാസത്തിനായിട്ട് ഓഫീസിൽ നിന്ന് പോകുന്നതെന്ന് പറയുന്നത് കേട്ടുകേൾവില്ലാത്ത ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം ഒന്നും പ്രത്യേകം നോക്കേണ്ട കാര്യമില്ല. ആരായാലും ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം. എന്തായാലും കാര്യക്ഷമമായ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇവർ തിരിച്ചെത്തിയ ശേഷം കൂടുതൽ അന്വേഷണം കടുപ്പിക്കും, നടപടികൾ കടുപ്പിക്കും എന്ന് തന്നെ കരുതാമോ? എനിക്ക് അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഈ ഭരണത്തിൽ എല്ലാം രാഷ്ട്രീയമായി കാണുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാം പറയുകയാണ് ഞങ്ങൾ ഭരണത്തോടൊപ്പം നിൽക്കും, അല്ലെങ്കിൽ ഭരണാധികാരികൾ പറയുന്ന ആ താളത്തിന് തുള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എല്ലാം ഇവർക്ക് യാതൊരു വിധമായ നടപടി ഉണ്ടാകില്ല. കാരണം ഇപ്പൊ ഇരിക്കുന്ന ഭരണകർത്താക്കൾക്ക് അവർക്ക് രാഷ്ട്രീയം മാത്രമാണ് നോട്ടം. തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെ വലുതാക്കാം, തങ്ങളുടെ യൂണിയൻ എങ്ങനെ വലുതാക്കാം, അതിലേക്ക് കൂടുതൽ അംഗങ്ങളെ എങ്ങനെ കൊണ്ടുവരാം, അല്ലാതെ നാട്ടിലെ ജനങ്ങളോട് ഇവർക്ക് യാതൊരു വിധമായ താല്പര്യമില്ല. അതാണ് കേരളത്തിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ആളുകളെ തിരികെ കയറ്റുകയാണ്. അതിന് ശമ്പളം കൊടുക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ധനസ്ഥിതി എന്താണ്, ഇതൊന്നും നോക്കാതെ പോവുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ധനസ്ഥിതി ആകമാനം തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് രാഷ്ട്രീയം വളർത്തണം. CPM-നെയും അല്ലെങ്കിൽ CPI-യെയും മറ്റുള്ള ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ കക്ഷികളെ വളർത്തണം എന്നുള്ള ചിന്ത മാത്രമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്നൊന്നും കോൺഗ്രസിന്റെ DCC വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിൽ കാര്യക്ഷമമായ നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുവാനുള്ള സമരം കോൺഗ്രസ് ഏറ്റെടുക്കും. അല്ല, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ഇപ്പോൾ ഇന്നലെ തന്നെ MLA ജനീഷ് കുമാർ അവിടെ എത്തിയിരുന്നു, മന്ത്രിയുമായി സംസാരിച്ചു. ഇന്നിപ്പോൾ അല്പം മുമ്പ് മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, ഈ സാഹചര്യം പരിശോധിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ അത് ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാണുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് അത്തരത്തിൽ കാര്യങ്ങൾ കണ്ടാൽ നല്ലതായിരിക്കും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മന്ത്രിമാർ പറയുന്നതും അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ കക്ഷികൾ പറയുന്നതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് കഴിഞ്ഞ കാലങ്ങളിലെ പല സംഭവങ്ങളും
കാണുമ്പോൾ മനസ്സിലാകുന്നില്ല. അത്തരത്തിൽ ഒരു ആർജവത്തോടു കൂടി നടപടിയെടുക്കുവാൻ മന്ത്രിക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിനും കഴിയുമെങ്കിൽ അത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഓഫീസിനെ കുറിച്ച് നേരത്തെ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ പറയുന്നത് അവിടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ സാധാരണ താമസിച്ചാണ് വരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ ഈ അറ്റൻഡൻസ് രേഖപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങളിലും മറ്റുമൊക്കെ അപാകതകളുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഒരു കൂട്ടമായ അവധിയെടുക്കുകയും ആ പ്രവർത്തനങ്ങൾ നിലച്ചതായിട്ടുള്ളത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. പ്രതികരണത്തിന് ബിനോയിലേക്ക് തിരികെ എത്തുകയാണ്. ബിനോയ്, എന്തായാലും DCC മറ്റും പ്രതിഷേധം ഘടിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇവർ ഏത് യൂണിയനിൽപ്പെട്ടവരാണ് എന്ന് വ്യക്തമാണോ, അതോ എല്ലാ യൂണിയനിലും പെട്ടവർ ഒന്നിച്ചൊരു ഉല്ലാസയാത്രയ്ക്ക് പോയതാണോ? ഇതിനകത്ത് യൂണിയന്റെ പേരൊന്നും വ്യക്തത വരുത്തിയിട്ടില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാധാരണ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ കൂടുതലായി വരുന്നത് ജോയിന്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അതിനുശേഷമായിരിക്കും CPM-ന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഒക്കെ സംഘടനകൾ ഇതിനകത്തുണ്ടാവുക. എന്തായാലും 43 പേരോളം തന്നെയാണ് ഇതിനകത്ത് ഉല്ലാസയാത്രയുമായി ബന്ധപ്പെട്ട് അവധിയെടുത്തിരിക്കുന്നതും മുങ്ങിപ്പോയിരിക്കുന്നു. അപ്പൊ ഇവരിൽ എല്ലാ യൂണിയനിൽപ്പെട്ടവരുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവസാനമായി അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യക്ഷത്തിൽ ഇതുവരെയായും ഒരു സംഘടനകളും NGO അസോസിയേഷൻ, NGO യൂണിയൻ ഒന്നും തന്നെ ഇതുവരെയായും ഇങ്ങനെ ഒരു അപാകത ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുണ്ടായിട്ട് ആരും തന്നെ രംഗത്തെത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആരും തന്നെ കുറ്റപ്പെടുത്തി പ്രസ്താവന ഇറക്കിയിട്ടുമില്ല. അപ്പൊ ഇതിൽ നിന്നും എല്ലാ സംഘടനകളിൽ നിന്നുള്ളവരുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. എന്തായാലും റവന്യൂ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് അറിയുവാൻ കഴിയും. ഇതിനകത്തൊരു മറ്റൊരു വഴിത്തിരിവ് വന്നിരിക്കുന്നത്, ഇപ്പോൾ അവിടുത്തെ അസിസ്റ്റന്റ് തഹസീൽദാർ പറഞ്ഞിരിക്കുന്നത് ഈ എല്ലാവരും അതായത് റിട്ടേൺ ആയി അല്ലെങ്കിൽ കത്ത് മുഖാന്തരം ലീവ് അപേക്ഷിച്ചത് കൂടാതെ ചില ആളുകൾ ഫോൺ വഴിയും ലീവിന് അപേക്ഷിച്ചിരുന്നു. അങ്ങനെ ആരും അനധികൃതമായി പോയിട്ടില്ല എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളും ചില വാക്കുകളും ഒക്കെയാണ് നമുക്കിപ്പോൾ പുറത്തറിയുവാൻ കഴിയുന്നത്. എന്തായാലും ADM ഇന്നലെ ആ ഓഫീസിൽ നിന്നുള്ള കൃത്യമായ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് എത്ര പേർ റവന്യൂ വകുപ്പിന്റെ കോന്നി താലൂക്ക് ഓഫീസിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ള രേഖകൾ ADM പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര പേർ ലീവ് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയുണ്ട്. ഇനി ടെലിഫോണിലൂടെ എത്ര പേർ ഇങ്ങനെ അപേക്ഷ വിളിച്ചു പറഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ളതാണ് ഇപ്പോൾ ഒരു വലിയ ചർച്ചയായി മാറുന്നത്. എന്തായാലും ഒരു ബിനോയ്, അതൊരു മുടന്തൻ ന്യായം എന്ന് കരുതാമോ? ഈ ഫോണിൽ വിളിച്ച് ലീവ് പറയുക, ഉല്ലാസയാത്രയ്ക്ക് പോവുക, ഇതൊക്കെ ഒരു മുടന്തൻ ന്യായമായി കരുതാമോ? തീർച്ചയായിട്ടും ഇതൊരു രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മാത്രമല്ലേ. സ്വാഭാവികമായിട്ടും നമുക്ക് പെട്ടെന്നൊരു അസുഖമോ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ കേട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമോ വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ടെലിഫോണിലൂടെ അറിയിക്കുന്നത്, എനിക്ക് ഇന്ന് അടിയന്തരമായ ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കൾക്ക് ഒരു അസുഖം, അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന്റെ അസുഖം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോണിലൂടെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത്. അത്തരത്തിൽ 1-2 പേർ മാത്രമല്ലേ അറിയിക്കുകയുള്ളൂ. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന 1-2 പേരല്ല, 20 പേരാണ് അവധിക്ക് അപേക്ഷ കൊടുക്കാതെ ആ ഓഫീസിൽ നിന്ന് മുങ്ങിയതായി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20 പേർക്കും ഇങ്ങനെ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ജില്ലാ കളക്ടറും ADM-ഉം ഉൾപ്പെടെയുള്ളവർ അന്വേഷിക്കുന്നത്. മാത്രമല്ല KV ജനീഷ് കുമാർ ഇതൊരു ഗൗരവമുള്ള ഒരു പ്രശ്നമായി എടുത്തിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ മലയോര മേഖലയിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആ വോട്ട് ലഭിച്ച മേഖല. അത്തരത്തിൽ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വോട്ടർമാർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് നൽകിയ ആളുകൾ കൂടി പ്രശ്നം വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇന്നലെ ഈ വിവരം, അതായത് ഏകദേശം 30-ലധികം പേർ, നമുക്കറിയാൻ കഴിയും 30-ലധികം പേരാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകുന്നതിനും ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ധനസഹായത്തിനുമായി കോന്നി താലൂക്ക് ഓഫീസിലെത്തിയത്. ആ സമയത്താണ് ഇത്തരത്തിൽ ആളുകളില്ലാതെ, അതായത് റവന്യൂ വകുപ്പിന്റെ പ്രധാന ഓഫീസിൽ 2 ഉദ്യോഗസ്ഥർ മാത്രം, 2 UD ക്ലർക്കുമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അതിൽ നേരത്തെ കോൺഗ്രസ് ഭാരവാഹി സൂചിപ്പിച്ചതുപോലെ തന്നെ വീൽ ചെയറിൽ എത്തിയവരുണ്ട്, അതുപോലെ തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അംഗപരിമിതി ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി പേരാണ് ഇന്നലെ എത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം പട്ടയം കിട്ടാത്ത മേഖലയാണ്. കാരണം വനത്തിൽ ഉള്ള പല വനം കയറി താമസിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പട്ടയം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്കാണ് ഇന്നലെ KV ജനീഷ് കുമാർ MLA യോഗം വിളിച്ചിരുന്നത്. ആ യോഗം ഒഴിവാക്കിയതിന് ശേഷമാണ് L കുഞ്ഞച്ചൻ എന്ന് പറയുന്ന തഹസീൽദാർ ഉൾപ്പെടെയുള്ളവർ ഉല്ലാസയാത്രയ്ക്ക് പോയത്. അത് തന്നെ ഒരു ഗൗരവകരമായ പ്രശ്നം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ബിനോയ്, എന്തായാലും ഈ ഉല്ലാസയാത്രയ്ക്ക് പോയവർ മടങ്ങി വരുമ്പോൾ അറിയാം, അവർ മനസ്സിലാക്കും എന്ത് നടപടിയാണ് അവർക്കെതിരെ ഉണ്ടാവാൻ പോകുന്നത് അല്ലെങ്കിൽ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം.